കൊല്ലത്തിന് നമ്മൾ നെടുമ്പന പഞ്ചായത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അവിടെയും ഉണ്ട് കേട്ടോ അനാസ്ഥയുടെ നേർചിത്രം. കൊല്ലം നെടുമ്പന പഞ്ചായത്തിലേക്ക് MLA PC വിഷ്ണുനാഥ് അനുവദിച്ച 7 ഹൈമാസ്റ്റ് ലൈറ്റുകൾ നിഷേധിക്കാൻ കാരണം പഞ്ചായത്തിൽ എല്ലാ സ്ഥലത്തും വെളിച്ചമുണ്ടെന്നൊരു പ്രേക്ഷകന്റെ സന്ദേശമായിരുന്നു. സന്ദേശം സത്യമാണോ എന്നറിയാൻ ഞങ്ങളുടെ കൊല്ലം ബ്യൂറോ ടീം ഒരു അന്വേഷണം നടത്തി. കണ്ടിട്ട് വരാം. നെടുമ്പന പഞ്ചായത്തിൽ എല്ലായിടത്തും തെരുവ് വിളക്കുകളും ഹൈമാസ്റ്റ് ലൈറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സന്ദേശം ലഭിച്ചതിന് പിന്നാലെ അത് സത്യമാണോ എന്നുള്ള ഒരു അന്വേഷണത്തിനാണ് റിപ്പോർട്ടർ സംഘം പുറപ്പെടുന്നത്. എല്ലായിടത്തും വെളിച്ചമുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഹൈമാസ്റ്റ് ലൈറ്റ് വേണ്ട, പകരം എല്ലായിടത്തും വെളിച്ചമുണ്ട് എന്നുള്ള ഒരു സന്ദേശം ലഭിച്ചു. അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ ആദ്യം പോയത് മലവേൽ തൈക്കാവിന് സമീപമുള്ള കൊടും വളവിലേക്കാണ്. മലവേൽ തൈക്കാവ് ജംഗ്ഷനിലായിരുന്നു മറ്റൊരു ഹൈമാസ്റ്റ് ലൈറ്റ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത്. ഇവിടെ വെളിച്ചം ഇപ്പോൾ ഉള്ളത് എൻ്റെ സ്വന്തമാണ്. കൊല്ലം കൊളുത്തുപുഴ റോഡിൽ മലവയൽ ജംഗ്ഷൻ, അവിടുത്തെ ഹൈമാസ്റ്റ് ലൈറ്റ് കണ്ണടച്ചിട്ട് മാസങ്ങളായി. അതും ഒന്ന് കാണാം. ഈ തെളിഞ്ഞു നിൽക്കുന്നത് ഹൈമാസ്റ്റ് ലൈറ്റ് അല്ല, അമ്പിളിയമ്മാവനാണ്. പുലിയില പോർക്കളം മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപം ചെന്നപ്പോൾ കൂറ്റാക്കൂരിട്ട്. പുലിയില പോർക്കളം മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ. ഇവിടെ എത്രത്തോളം വെളിച്ചം കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി കാണാം. അടുത്തതായി ഭഗവാൻ മുക്കിലേക്കാണ് പോയത്. അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ. ഇതാണ് ഭഗവാൻ മുക്ക്. ഇവിടെയായിരുന്നു ഏറ്റവും ഉയരം കൂടിയ ഹൈമാസ്റ്റ് ലൈറ്റ് വെക്കാൻ തീരുമാനിച്ചത്. ഇവിടെ എല്ലാ തെരുവ് വിളക്കുകളും കത്തുന്നുണ്ട്. പുലിയില മജിസ്ട്രേറ്റ് മുക്കിൽ അവിടെയുമുണ്ട് ഇരുട്ട്. ഈ കാണുന്നത് പുലിയില മജിസ്ട്രേറ്റ് മുക്കാണ്. കടകളിലെ വെട്ടമണഞ്ഞാൽ പ്രദേശം ഇരുട്ടിലാണ്. റിഫായ് മജിസ്ട്രേറ്റ് മുക്കിലും അവസ്ഥ വ്യത്യസ്തമല്ല. ഇത് റിഫായ് മജിസ്ട്രേറ്റ് മുക്ക് എന്ന സ്ഥലമാണ്. ഇവിടെ തെരുവുവിളക്കുകൾ പോലും കത്തുന്നില്ല. ആകെയുള്ളത് അണഞ്ഞു കിടക്കുന്ന മിനിമാസ്റ്റ് ലൈറ്റാണ്. ഖാദിരിയ മജ്ലിസിന് സമീപം നിലവിൽ വെളിച്ചം പേരിന് മാത്രം. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഖാദിരിയ മജ്ലിസിന് സമീപത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയും വെളിച്ചം പേരിന് മാത്രം. ഹെൽത്ത് സെന്ററിന് സമീപം ഇങ്ങനെയാണ് അവസ്ഥ. ഹെൽത്ത് സെന്ററിന് സമീപത്ത് തെരുവിളക്കുകളെല്ലാം പ്രകാശിക്കുന്നുണ്ടെങ്കിലും ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ആവശ്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ നെടുമ്പന പഞ്ചായത്ത് ഹൈമാസ്റ്റ് ലൈറ്റുകൾ നിഷേധിച്ച 7 സ്ഥലങ്ങളും രാത്രി മണിക്കൂറുകൾക്കകം ഞങ്ങൾ സഞ്ചരിച്ചു, നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു. ഇനി കുളപ്പാടത്തേക്ക്. നെടുമ്പന പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ആളെത്തുന്ന കുളപ്പാടം ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ അവസ്ഥയാണിത്. കണ്ണടച്ചിട്ട് മാസങ്ങളായി. പഞ്ചായത്തിൽ എല്ലായിടത്തും വെളിച്ചമുണ്ട് എന്ന് പറയുന്നവർക്ക് മുന്നിൽ ഞങ്ങൾ ഈ ലൈറ്റ് സമർപ്പിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിടുന്ന ഓരോ കമൻറ്റും നമ്മൾ അത്രമേൽ ഗൗരവത്തോടു കൂടി തന്നെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ കാഷ്വലായിട്ട് കമൻ്റ് ഇടുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്നും ചില വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ഒരാളാണ് പറഞ്ഞത് നെടുമ്പന പഞ്ചായത്തിൽ അത്ര വലിയ ഇരുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി ദിലീപ് ദേവസ്യ ഇരുട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നടത്തിയ യാത്രയാണ് പ്രേക്ഷകർ കണ്ടത്. ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ കാര്യത്തിൽ ദിലീപ് ദേവസ്യ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു വാചകം പറഞ്ഞത് ഒരു പ്രേക്ഷകൻ എഴുതുന്നുണ്ട്. തെളിഞ്ഞു നിൽക്കുന്നത് ഹൈമാസ്റ്റ് ലൈറ്റ് അല്ല, അമ്പിളിയമ്മാവനാണ് എന്നിൽ ദിലീപ് ദേവസ്യ പറഞ്ഞത് ആ പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ദിലീപ്, വെരി ഗുഡ് മോർണിംഗ്. ദിലീപിന്റെ യാത്ര എന്തായാലും ഗുണം ചെയ്തു. നെടുമ്പന പഞ്ചായത്തിൽ നിറയെ വെളിച്ചമാണെന്നാണ് ഒരു പ്രേക്ഷകൻ എഴുതിയത്. അവിടെ ഇരുട്ടൊന്നുമില്ല, അതുകൊണ്ട് ഈ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ നേരിട്ട് തന്നെ പ്രേക്ഷകർക്ക് ബോധ്യമാക്കി കൊടുത്തു എത്രമേൽ കട്ടിപിടിച്ച ഇരുട്ടാണ് നെടുമ്പന ഗ്രാമപഞ്ചായത്തിലുള്ളതെന്ന്. അപ്പോൾ ദിലീപ്, കണ്ട കാഴ്ചകളൊക്കെ ഒന്ന് പറയൂ. തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ പോയിരിക്കുന്നത് ഇന്നലെ നെടുമ്പന പഞ്ചായത്തിലെ 7 സ്ഥലത്താണ്. അതായത് PC വിഷ്ണുനാഥ് MLA അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾ അനുവദിച്ച സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ഇന്നലെ യാത്ര നടത്തിയത്. അവിടെ നമ്മൾ പോകാത്തൊരു സ്ഥലം കുളപ്പാടമായിരുന്നു. കുളപ്പാടത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സ്ഥലത്ത് ഹൈമാസ്റ്റ് ലൈറ്റുകൾ കാണിച്ചു. അവസാനം നമ്മൾ കാണിച്ചത് ആ ഹൈമാസ്റ്റ് ലൈറ്റ് അത് അണഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. പിന്നീട് നമ്മൾ പല സ്ഥലങ്ങളിലും ഹൈമാസ്റ്റ് ലൈറ്റുകൾ കണ്ടു. അതൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ചിലതിൽ ഒരു ബൾബ് മാത്രം
കത്തുന്നത് കണ്ടു. ചില സ്ഥലങ്ങളിൽ കടകളിലെ വെളിച്ചം മാത്രമാണുള്ളത്. നമ്മൾ പോയത് ഏകദേശം 8-9 മണി സമയത്താണ് നമ്മൾ പോയത്. അർദ്ധരാത്രി പോകുകയാണെങ്കിൽ ഈ കടകളിലെ ലൈറ്റുകൾ പോലും അണഞ്ഞിരിക്കും. അപ്പോൾ ആ സ്ഥലം പൂർണ്ണമായും ഇരുട്ടിലേക്ക് അമരുന്നുണ്ട്. മാത്രമല്ല ഹൈമാസ് ലൈറ്റിൻ്റെ പ്രത്യേകത ഏറ്റവും ഉയരത്തിൽ നിന്ന് താഴേക്ക് 4 വശത്തേക്കും ലൈറ്റ് കിട്ടുന്ന ഒരു സംവിധാനമാണ്. അല്ലാതെ തെരുവുവിളക്കുകളെ പോലെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ആ പോസ്റ്റിന് താഴെ മാത്രം വെളിച്ചം കിട്ടുന്ന ഒന്നല്ല. ഇത് ഹൈമാസ് ലൈറ്റ് ഒരു നാടിനെ അല്ലെങ്കിൽ വെക്കുന്ന സ്ഥലത്തിൻ്റെ മൊത്തം പ്രദേശത്തെ പ്രകാശപൂരിതമാക്കുന്ന ഒരു സംവിധാനമാണ്. അതിനെയാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക ബാധ്യത കാരണം ഇതിൻ്റെ കറണ്ട് ബില്ല്, ഇതിൻ്റെ മെയിൻ്റനൻസ് ഇതെല്ലാം തന്നെ നടത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 7 ഹൈമാസ് ലൈറ്റുകൾ നിഷേധിച്ചത്. നമ്മൾ പോയി കണ്ട ഹൈമാസ് ലൈറ്റ് നിർമ്മിക്കാൻ, അത് വെക്കാൻ വേണ്ടി ചിലവായ തുക എത്രയായിരിക്കുമെന്ന് നമുക്ക് തന്നെ അറിയാം. അതെന്തുകൊണ്ട് കത്തിക്കുന്നില്ല, എന്തുകൊണ്ട് അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നില്ല എന്നുള്ള കാര്യങ്ങളും ചോദ്യമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ സോളാർ വെച്ചിട്ടൊക്കെ ഇത്തരത്തിൽ ഹൈമാസ് ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ രാഷ്ട്രീയമാണ് എന്നുള്ളത് എല്ലാവരും പറയുന്നത് പോലെ തന്നെ നമ്മൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം UDFൻ്റെ MLA അനുവദിച്ച ലൈറ്റ് CPMൻ്റെ LDFൻ്റെ പഞ്ചായത്ത് ഭരണസമിതി നിഷേധിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ബോധ്യമാകുന്ന ചില സാഹചര്യങ്ങളാണ് നമ്മൾ നേരിൽ കണ്ട് മനസ്സിലാക്കിയത്. ആ സന്ദേശം അയച്ച ആൾ ഏത് നാട്ടുകാരനാണെന്ന് കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പഞ്ചായത്തിലുള്ള ആളാണെങ്കിൽ നമ്മൾ അവിടെയും പോയിട്ട് അവിടെ ലൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലേ എന്നുള്ള കാര്യം കൂടെ തിരക്കിയേനെ. പക്ഷേ ആ ആൾ ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞില്ല. നമ്മൾ എന്തായാലും 7 സ്ഥലങ്ങൾ സന്ദർശിച്ചു. അവിടുത്തെ കാര്യങ്ങൾ വ്യക്തമായി തെളിവായി നമ്മൾ ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അരുൺകുമാർ, ഓക്കെ, ദിലീപിനോട് കളി വേണ്ട എന്നുള്ളതാണ്. കളി എന്നോടും വേണ്ട സർ എന്നാണ് ദിലീപ് പറഞ്ഞത്. ആ റിപ്പോർട്ടിന് ശേഷം ദിലീപ് അവിടെ യാത്രയിൽ നടത്തിയ യാത്ര പ്രേക്ഷകർക്ക് എന്താണ് നെടുമ്പന പഞ്ചായത്തിൻ്റെ അവസ്ഥ എന്നത് ബോധ്യമാക്കി കൊടുത്തതാണ്. നെടുമ്പന പഞ്ചായത്തിലെ ഭരണാധികാരികളോട്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ രാഷ്ട്രീയ കക്ഷി വിരോധം വെച്ചുകൊണ്ട് നാട്ടുകാർക്ക് വെളിച്ചം നിഷേധിക്കരുത്. ഇത് ഞങ്ങളുടെ അവസാനത്തെ റിക്വസ്റ്റാണ്. ഇനി പറയാൻ വയ്യ. അതുകൊണ്ട് ഒരിക്കൽ കൂടി എങ്ങനെയെങ്കിലും MLA അനുവദിച്ചിരിക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് നിങ്ങൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ സ്ഥാപിക്കണം. അവിടെയുള്ള ഇരുട്ടകറ്റണം. അവിടെയുള്ള ജനങ്ങൾക്ക് വെളിച്ചം കിട്ടുന്നതിൽ നിങ്ങൾക്ക് എന്തിനാണ് കലിപ്പ്? ഒരു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞൊരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയല്ലേ. ഈ വിരോധവും ജനങ്ങളിൽ നിന്ന് അകലാനൊരു കാരണമായി എന്നുള്ളത് പാർട്ടി വിലയിരുത്തും എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്. അപ്പോൾ നെടുമ്പന പഞ്ചായത്ത് ദിലീപ് ഭരിക്കുന്നത് CPM ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും കൂടി പ്രേക്ഷകരോട് പറയാം. നമ്മൾ ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, CPM തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. മാത്രമല്ല ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഇന്ന് ഈ പഞ്ചായത്തിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ചൂട്ട് കത്തിച്ച് ഒരു പ്രതിഷേധമുണ്ട്. ഇന്ന് മഴയാണ് എങ്കിൽ പോലും അവർ ചൂട്ട് കത്തിച്ച് പ്രതിഷേധം ഉണ്ടാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശബരിനാഥാണ് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ അറിയിക്കുന്നു. എന്തായാലും ഇവർ പറഞ്ഞത് നാട്ടിലൊരു വെളിച്ചം ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്, ആരാണ് ഇതിനെ വെറുക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളടക്കം ഈ യൂത്ത് കോൺഗ്രസും നാട്ടുകാരും ചോദിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾക്ക് ഈ വാശി കാണിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇന്നലെ ആംബുലൻസ് അടക്കം കാണിച്ചത്. കാരണം നമുക്കറിയാം ഈ കൊല്ലത്ത് 2 UDFൻ്റെ MLAമാർ മാത്രമേ ഉള്ളൂ. ഒന്ന് കരുനാഗപ്പള്ളിയിലും 2 കുണ്ടറയിലും. ഇവർ 2 പേരുടെയും ഒരാളുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഇത് പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകൾ മൊത്തം UDFൻ്റെ MLA നൽകുന്ന ഈ പേരുകൾ ഇവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ എല്ലാം താഴെ ഇത് വെച്ചിരിക്കുന്ന ആൾ അല്ലെങ്കിൽ സ്പോൺസർ ചെയ്ത ആളുടെ പേര് എഴുതി വെക്കുന്നതാണ് പാർട്ടിയെ ചൊടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ ഭരണസമിതിയെ ചൊടിപ്പിക്കുന്നതെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന അരുൺകുമാർ. നല്ല ഫസ്റ്റ് പഞ്ചായത്തിലെ പ്രസിഡന്റും. എൻ്റെ പൊന്നു പ്രസിഡന്റ്, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ. ആ പഞ്ചായത്തിൻ്റെ നാട്ടുകാർ എഴുതി വെക്കും, വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ പഞ്ചായത്തിനു സുഖപ്രദം എന്ന് എഴുതി വയ്ക്കുന്ന ഒരു കാലത്തിലേക്ക് പോകരുത്. ദിലീപ് ദേവസ്യയുടെ റിപ്പോർട്ടാണ്. ഈ വിഷയത്തിൽ പഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് രാഷ്ട്രീയമായി ശരിയല്ല എന്നുള്ളത് അവിടുത്തെ ആളുകൾക്കൊക്കെ ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. ദിലീപ് ദേവസ്യാണ് ആ റിപ്പോർട്ട് പ്രേക്ഷകർക്ക് നൽകിയത്. എന്തിനേറെ സ്വന്തം പഞ്ചായത്തിനകത്ത് പേരെഴുതി വയ്ക്കുന്നതിൽ പോലും വേണ്ടത്ര നിങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളിൽ. തൽക്കാലം ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്. ഇതിനപ്പുറം പറയാൻ ഞങ്ങൾക്കിപ്പോൾ കഴിയുന്നില്ല.